Hello guys, welcome back to my channel Jasira's Journey. അപ്പോൾ ഇന്ന് നനച്ചുള്ളിൻ്റെ മൂന്നാമത്തെ ദിവസം. സോ ഇന്ന് നമ്മൾ ക്ലീൻ ആക്കാൻ പോകുന്നത് കിച്ചൺ, മെയിനായിട്ടുള്ള സ്ഥലം. സോ വീഡിയോയിലോട്ട് പോവാം. വെൽക്കം ബാക്ക്. സോ ഇതാണ് എൻ്റെ കിച്ചൺ, അടുക്കള. സോ ഇതാണ് നമ്മളിന്ന് ക്ലീൻ ആക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഓവനും മിക്സർ ഗ്രൈൻഡറൊക്കെ പുറത്തെടുത്ത് വയ്ക്കുക. കുറച്ച് മറ്റേ ചെടികളും ഫ്രൂട്ട് ബാസ്ക്കറ്റും അതൊക്കെ എടുത്ത് പുറത്തുകൊണ്ട് വയ്ക്കുക. ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ രാവിലെ എണീക്കാൻ വൈകിപ്പോയി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നീഹാക്ക് വയ്യ, പനി ചുമയൊക്കെ ആയതുകൊണ്ട് നീഹാക്ക് വയ്യ. അതുകൊണ്ട് രാത്രി നമ്മൾ വൈകിയായിട്ട് കിടന്നുറങ്ങിയത്. സോ അതുകൊണ്ട് ഇന്ന് രാവിലെ ഇത്തിരി എണീക്കാൻ വൈകിപ്പോയി. അപ്പോൾ നാഷ്ടയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പണിക്ക് നിന്നത് തന്നെ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മേലത്തെ ആ സാധനങ്ങളൊക്കെ ഒന്ന് മാറാല തട്ടി തൂത്തുവരെയാണ് ചെയ്യുന്നത്. ഈ ടി വിൻ്റെ ബോക്സ് അതിൻ്റെ മുകളിലേക്ക് ആക്കാൻ വേണ്ടി ഞാൻ എത്ര ശ്രമിച്ചിട്ടും കഴിയാണ്ട് ഇക്ക വന്നിട്ട് പിന്നെ അത് ചെയ്തു തന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ ഗ്രോസറി ഈ ഒരു തട്ട് വന്നിട്ട് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലത്തെ അതിൻ്റെ ഉള്ളിൽ പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ, അധികം യൂസ് ചെയ്യാത്ത പാത്രം. അതൊക്കെ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് ആ പേപ്പറൊക്കെ മാറ്റി അവിടെയൊക്കെ ചൂലും കൊണ്ട് ഒന്ന് തൂത്ത് വാരിയിട്ട് അവിടെ വെള്ളം കൊണ്ടൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന പാത്രമൊക്കെ ഞാൻ ജസ്റ്റ് ഒരു വെറ്റ് ക്ലോത്ത് കൊണ്ട് വൈപ്പ് ചെയ്യണേ ഉള്ളൂ. സോ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അവിടെ മേലെ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയൊക്കെ പേപ്പർ വിരിച്ച് എടുത്ത പാത്രങ്ങളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു, തുടച്ച പാത്രങ്ങളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ തന്നെ അടുക്കി വയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഈ സൈഡുള്ള, അതായത് അതിന് താഴത്തുള്ള തട്ട് ക്ലീൻ ആക്കാൻ പോവാണ്. അവിടെയാണ് മെയിനും, അവിടെയാണ് കുറേ കഴുകേണ്ട സാധനങ്ങളുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആ സാധനങ്ങളൊക്കെ അതിൽ നിന്ന് മാറ്റി ആ കണ്ടെയ്നർ ബോക്സൊക്കെ ക്ലീൻ ചെയ്യണം, കഴുകണം. അതായത് എന്നിട്ട് അതിന് ഉണക്കണം, എന്നിട്ട് അതിൽ വീണ്ടും റീഫിൽ ചെയ്ത് വയ്ക്കണം പുതിയ സാധനങ്ങളും. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പോവാണ് ഇനി. അപ്പോൾ അവിടെ പാത്രങ്ങളും ഗ്രോസറി ഐറ്റംസൊക്കെ മാറ്റിയിട്ട് അവിടെ ഞാൻ കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് തട്ടി വിട്ടിട്ട് അവിടെ ഒരു വെറ്റ് ക്ലോത്തും കൊണ്ട് നന്നായിട്ട് 2-3 പ്രാവശ്യം തുടച്ച് വിട്ടിട്ട് പിന്നെ അത് ഉണങ്ങാനായിട്ട് വിട്ടു. കഴിഞ്ഞ 2 റൂം ചെയ്യുമ്പോഴും ഞാൻ മാസ്ക് ഇടാണ്ട് ചെയ്തതിന് എനിക്ക് പണി കിട്ടി. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇത്തിരി ശ്വാസം മുട്ടലിൻ്റെ പ്രോബ്ലം ഉണ്ട്. സോ പൊടിയൊക്കെ തട്ടിയിട്ട് ഇപ്പം നല്ല ശ്വാസം മുട്ടലാണ്. ഈ സംസാരിക്കുമ്പോഴേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ശ്വാസം മുട്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ കണ്ടെയ്നേഴ്സൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് നന്നായിട്ട് സോപ്പിട്ടിട്ട്. അത് കഴിഞ്ഞിട്ട് അതിനൊക്കെ ഫാനിൻ്റെ താഴെ ഉണങ്ങാനായിട്ട് വെച്ചു. പിന്നെ ഞാൻ ഇന്നലെ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കിച്ചൺ ക്ലീൻ ആക്കുമ്പോൾ ഓർഗനൈസ് ചെയ്യുക വിചാരിച്ചിട്ട് അതൊന്നും ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് അതും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം അവിടെ നിന്ന് നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് റീഫിൽ ചെയ്ത് വയ്ക്കുകയാണ്. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ റീഫിൽ ചെയ്തിട്ട് ബാക്കിയൊക്കെ ഓർഗനൈസ് ചെയ്ത് വയ്ക്കണം. കൗണ്ടർ ടോപ്പിന് താഴെ ബക്കറ്റിൽ ഓർഗനൈസ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ റീഫിൽ ചെയ്ത സാധനങ്ങളൊക്കെ അവിടെ വെക്കേണ്ട സ്ഥലത്തൊക്കെ അടുക്കി വയ്ക്കുകയാണ്. സോ അങ്ങനെ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞു ഗ്രോസറി ഐറ്റംസൊക്കെ. ഇനി അതിൻ്റെ താഴെ ഞാൻ വന്നിട്ട് ഈ സോപ്പ് ഐറ്റംസ്, ചോറ് വയ്ക്കാനുള്ള അരി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. സോ അതും ഇതേപോലെ ഒന്ന് ഓർഗനൈസ് ചെയ്തെടുക്കുകയാണ്, ക്ലീനാക്കി എടുക്കുകയാണ്. അരി ഇട്ട് വയ്ക്കുന്ന കണ്ടെയ്നറും അതേപോലെ കഴുകി ഉണക്കാനായിട്ട് വെച്ചു. എന്നിട്ട് അവിടെയൊക്കെ നന്നായിട്ട് വൈപ്പ് ചെയ്തെടുത്തിട്ട് അവിടെയൊക്കെ ഓർഗനൈസ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്തു. ഈ സോപ്പ്, പേസ്റ്റ്, പിന്നെ ക്ലീനിങ് ഐറ്റംസ്, അരി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാനിവിടെ വെച്ചിരിക്കുന്നത്. സോ അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ
ഈ ബക്കറ്റിലായിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ആദ്യം ആ ബക്കറ്റ് സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ആ ബക്കറ്റ് കഴുകിയിട്ട് അതും ഉണക്കാനായി വെച്ചിട്ട് അത് ഉണങ്ങിയതിന് ശേഷം നമ്മളുടെ കയ്യിലുള്ള ബാക്കി റീഫിൽ ചെയ്യാനുള്ള സാധനങ്ങളും പുതിയ സാധനങ്ങളൊക്കെ ആയിട്ട് അതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കണം. അതൊക്കെ ഞാൻ ഇതിൻ്റെ താഴെ എവിടെ ഓർഗനൈസ് ചെയ്ത് വയ്ക്കാം. സോ അവിടെ ആദ്യം തൂത്തുവാരി, പിന്നെ ഞാൻ അവിടെ ഇരുന്ന് തന്നെ തുടച്ചു. അപ്പോൾ തന്നെ ഒരു ഇത് കിട്ടുള്ളൂ, ഒരു മനസ്സമാധാനം കിട്ടുള്ളൂ പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്ന് തന്നെ തുടച്ചിട്ട് എല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചു. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? ഇനി അവിടെ കഴിഞ്ഞു. ഇനി ഇവിടെയുള്ളത് അതിൻ്റെ മുകളിലത്തെ ഇത് ഞാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ അടിയിൽ ആ പാത്രങ്ങൾ, ആ സിങ്കിൻ്റെ ആ ഏരിയ, അതൊക്കെയാണ് ക്ലീൻ ചെയ്യേണ്ടത്. സോ അവിടത്തെയൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ട് ആ പേപ്പറൊക്കെ മാറ്റി ഇനി അവിടെയും വൈപ്പ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ടാണ് ഞാൻ കിച്ചൺ, ബാക്കി എല്ലാവരുടെയും നമുക്ക് ക്ലീൻ ചെയ്യാൻ അത്ര പണിയൊന്നും ഉണ്ടാവില്ല, റൂംസും ഹാളൊക്കെ. കിച്ചൺ ആദ്യമായിട്ടാണ് ഞാൻ ഓർഗനൈസ് ചെയ്യണതും ക്ലീൻ ചെയ്യണതൊക്കെ. സോ അതിൻ്റെ ഒരു തത്രപ്പാടും കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഭയങ്കര ക്ഷീണമുണ്ട്. ഇപ്പോൾ ബോഡിയിലൊക്കെ ഭയങ്കര പെയിനിങ് ആണ് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ ഉമ്മമാരൊക്കെ നല്ല സമ്മതിക്കണമല്ലേ. ഇത്രയും കാലം അവർ ചെയ്യുമ്പോൾ നമുക്ക് പുച്ഛമായിരുന്നു, ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ വില മനസ്സിലാവുള്ളൂ. പിന്നെ ഈ പാത്ര സ്റ്റാൻഡൊക്കെ ഞാൻ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉണങ്ങിയതിന് ശേഷം അതിലേക്ക് പാത്രമൊക്കെ നിറച്ച് വെച്ചു. ഇവിടുത്തെ വെള്ളത്തിൽ ഒരുമാതിരി കറ വരും. സോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. നമുക്കൊന്നും ആവില്ല, പക്ഷേ കറയൊക്കെ പോകണ പോലത്തെ ഒരു ആസിഡും കൊണ്ട് ക്ലീൻ ചെയ്യാണ്. ഇനി വന്നിട്ട് നമുക്ക് ഈ കൗണ്ടർ ടോപ്പിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഈ ഓയിൽ ബോട്ടിൽ കുറച്ച് ചൂടുവെള്ളവും വിമ്മൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക, ഓയിലിൻ്റെ കറയൊക്കെ വേഗം പോകും. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ അതിൻ്റെ സ്റ്റാൻഡൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ജനൽ ക്ലീൻ ചെയ്യാൻ പോയി. 2 ജനലും അടുക്കളയിലത്തെ 2 ജനലും ക്ലീനാക്കി. ഇന്ന് ഞാൻ രാവിലെ നിന്നതാണ്. പണി കഴിഞ്ഞത് എപ്പോഴാണെന്നറിയാമോ? 6 മണി, 6:45, 7 മണിക്കാണ് പണിയൊക്കെ കഴിഞ്ഞത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ജനലൊക്കെ തുടച്ചതിന് ശേഷം അടുപ്പൊക്കെ ഒന്ന് സോപ്പിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകിക്കഴിഞ്ഞ ശേഷം അടുക്കളയിലത്തെ പണി അതോടെ കഴിഞ്ഞ്. ഇനി ഫ്രിഡ്ജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് അടുക്കള ഞാൻ ക്ലീനാക്കിയത്? നന്നായിട്ടുണ്ടോ? ഇനി ഓയിൽസും ഉപ്പും മാത്രം റീഫിൽ ചെയ്താൽ മതി. അതിൻ്റെ ബോട്ടിൽ ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു, ഭയങ്കര ടയർഡായി. ഇനി അടുത്ത ക്ലീനിങ് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.